മക്കളെ വരി നമുക്കിന്നൊരു കീര കടഞ്ഞൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. തോരൻ പരിപ്പും കീരയും കൂടെ ഇട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. ഇത് അരക്കീരയെന്ന് പറയും. ഇത് ചില സ്ഥലങ്ങളിൽ ചെറുകീരയെന്നും പറയും. നമ്മളെ സ്ഥലത്ത് ഇത് അരക്കീരയെന്ന് പറയും. ഇത് നിങ്ങളെ നാട്ടിൽ ഈ കീരയ്ക്ക് എന്ത് പേര് പറയണമെന്ന് കമൻറ്റിൽ പറയും മക്കളെ. ഇത് നല്ലതാണ്, അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ കീര കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ കീര വെച്ചാണ് നമ്മളിന്നൊരു കറി ഉണ്ടാക്കുന്നത്. അതവിടെ ഒരു കെട്ട് കീര എടുത്തിട്ടുണ്ട്. ഈ കീര നല്ലവണ്ണം ഇതിനെ നല്ല വൃത്തിയായി ഒരു 3-4 വെള്ളം നല്ല വൃത്തിയായി കഴുകണം. കാരണം വെച്ചാൽ മണ്ണ് ഇതിലുണ്ടാവും, ചെറിയ ചെറിയ മണൽ പോലത്തെ അതുണ്ടാവും. അതുകൊണ്ട് ഇത് നല്ല ഒരു 4 വെള്ളം കഴുകി ഇതിൻ്റെ മൂടൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നല്ല വൃത്തിയാക്കി എടുക്കാം. കീര കടഞ്ഞ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് തോരൻ പരിപ്പ് ഞാൻ അതവിടെ എടുത്തിട്ടുണ്ട്. ഒരു 50 ഗ്രാം വരും. ഇത് ഈ ഒരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇട്ട് കൊടുത്ത് ഒരു 2-3 വെള്ളം നല്ല വൃത്തിയായി കഴുകിയിട്ട് നമുക്ക് അടുപ്പിലോട്ട് വയ്ക്കാം. അപ്പോൾ അതിന് നമ്മളിതാ കീര അരിഞ്ഞെടുത്തിട്ടുണ്ട്, അരക്കീര. ഇതേപോലെയാണ് അരിഞ്ഞിട്ടുള്ളത്. ഇത്തിരി വലുതായാലും കുഴപ്പമില്ല, ഇത് വെന്ത് നല്ല കുഴഞ്ഞോളും. അതുകൊണ്ട് ഈ രീതിക്ക് അരിഞ്ഞാലും മതി, ഇതോടെ ഇത്തിരി വലുതായിട്ട് അരിഞ്ഞാലും മതി. പിന്നെ ഇതിന് ചേരേണ്ട വകകൾ 3 തക്കാളി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളിയാണ്, അത് 3 എണ്ണം എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എരി വേണമെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം. ഞാൻ ഇവിടെ ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ഒരു കഷ്ണം പുളി വേണ്ടെങ്കിൽ നിങ്ങൾക്ക് തക്കാളി കൂടുതലിടാം. ഒരു 6-7 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 10 ചെറിയ ഉള്ളിക്ക് പകരം വലിയ ഉള്ളി നിങ്ങൾക്ക് ചേർക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ചേർക്കണതാണ് നല്ലത്. എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ട്, അതുകൊണ്ട് ഞാൻ ചെറിയ ഉള്ളി ചേർക്കണം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കണക്കാക്കി കല്ലുപ്പ് എടുക്കണം. ഇപ്പോൾ കീരയ്ക്ക് ഒരു ഉപ്പിൻ്റെ ഒരു ഇതുണ്ടാവും, അതുകൊണ്ട് കീരയ്ക്ക് ഉപ്പ് കുറച്ച് ചേർക്കണം, നോക്കി നിങ്ങൾ ചേർക്കണം, കൂടാൻ പാടില്ല. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കണക്കാക്കി മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ കണക്കാക്കി ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ കായപ്പൊടി ഒരു നുള്ളു വേണം, ഒരു 1/4 ടീസ്പൂൺ കണക്കാക്കി. പിന്നെ താളിക്കാൻ വേണ്ടിയിട്ട് 2-3 ചെറിയ ഉള്ളി, 2 വറ്റൽമുളക്, കുറച്ച് കരിയേപ്പില, കടുക്, എണ്ണ. നമ്മൾ പരിപ്പെല്ലാം നല്ല വൃത്തിയായി കഴുകി എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ പരിപ്പാണ്, ചെറുപയർ പരിപ്പ് പോലെ തന്നെ ഇത് ഇരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പരിപ്പിന് പകരം ചെറുപയർ പരിപ്പ് എടുക്കാം, അതും നല്ലതാണ്, നല്ല ടേസ്റ്റാണ് ഇതോടെയും. അതുണ്ടെങ്കിൽ അതടിക്കും. അപ്പോൾ ഇനി നമ്മൾ ഇതിലോട്ട് നമ്മളിതായി എടുത്ത് വെച്ചേക്കണം 4 പച്ചമുളക്, 3 തക്കാളി, 10 ഉള്ളി, ചെറിയ ഉള്ളി, ഒരു 5-6 കഷ്ണം വെളുത്തുള്ളി, ഇതെല്ലാം ഇതിലിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ കണക്കാക്കിയുള്ളതും 1/2 ടീസ്പൂൺ കണക്കാക്കിയുള്ള ജീരകവും വെള്ളം ഒഴിച്ച് കൊടുക്കാം. ദൈവത്തൊക്കെ കണക്കാക്കിയുള്ള വെള്ളം, കുറച്ചൊന്ന് മുങ്ങണ രീതിക്കുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒന്ന് കലക്കി കൊടുക്കാം. നമ്മളെ പരിപ്പെല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കീര ഇട്ട് കൊടുക്കാം. കീരയും കൂടെ ആകുമ്പം കുറച്ചുകൂടെ നല്ല വെന്ത് വരും. കീര ഇട്ട് കൊടുക്കാം. ഇത് കുക്കറിലാണെങ്കിൽ പെട്ടെന്ന് ഒരു 5 വിസിലിട്ടാൽ മതി, പെട്ടെന്ന് വെന്ത് കിട്ടും. വയ്ക്കണമെങ്കിൽ നിങ്ങൾ കുക്കറിൽ, വിറകടുപ്പിൽ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് കുക്കറിൽ ഇതേപോലെ ചെയ്താൽ മതി. കുക്കറിലാകുമ്പോൾ എല്ലാം കൂടെ ചേർത്ത് അങ്ങ് ഇടണം. പരിപ്പ് എല്ലാം, കീര എല്ലാം കൂടെ ഇട്ട് ഒന്ന് അടിച്ചെടുത്താൽ നല്ല പെട്ടെന്ന് നമുക്കത് വെന്ത് കിട്ടും. നമ്മൾ എടുത്ത് വെച്ചേക്കണ കല്ലുപ്പിട്ട് കൊടുക്കാം. ഈ പുളിയും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ വേണം, അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ലതാ കടഞ്ഞെടുത്തിട്ടുണ്ട്. തവീര മൂട് വെച്ച് തന്നെ നല്ല ഞാൻ കടഞ്ഞിട്ടുണ്ട്.
എല്ലാം നല്ല പരിപ്പ് കീര എല്ലാം നല്ല കുഴഞ്ഞ് നല്ല ഉടഞ്ഞ് നല്ല കുറുകുറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വയ്ക്കാം. ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയമൊക്കെ നോക്കിക്കൊള്ളണം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചൊക്കെ ഇട്ട് കൊടുക്കണം. ഇനി ഇറക്കാം നമുക്ക്. ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ എടുക്കണം. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ കണക്കാക്കി കടുകിട്ട് കൊടുക്കാം. 1 സ്പൂണ് കണക്കാക്കി ഉഴുന്നിൻ്റെ പരിപ്പ് അതിട്ട് കൊടുക്കാം. അതൊരു നല്ല ടേസ്റ്റ് കിട്ടും നമുക്ക് ഈ കറിയുടെ കൂടെ ചവയ്ക്കുമ്പോൾ. അതിട്ട് കൊടുക്കാം. അത് നല്ല ചുവന്ന് വരട്ട്. ചുവന്ന് വന്നതിന് ശേഷം നമ്മൾ ചെറിയ ഉള്ളി ഞാൻ ഒരു 3-4 കഷ്ണമായി എടുത്ത് വെച്ചിട്ടുണ്ട്. അതെടുത്തിട്ട് കൊടുക്കാം. ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നല്ല ചുവന്ന് വരണം. ഇനി നമുക്ക് 2 മുളക് ഇതേപോലെ കഷ്ണാക്കി ഇട്ട് കൊടുക്കാം. അതുകൊണ്ട് ചുവന്ന് വരട്ടത്. ഒരു 1/4 ടീസ്പൂൺ കണക്കാക്കി ജീരകം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതും ഇട്ട് കൊടുക്കാം. ആദ്യം ഇട്ടിട്ടുണ്ട്. ശകലം കൂടെ ഇട്ട് കൊടുത്ത് എണ്ണയിൽ നമ്മൾ ഇതേപോലെ ഒന്ന് മുരിച്ചിട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതും ഇട്ട് കൊടുക്കാം. ഇനി ഒരു കുത്ത് കരിയേപ്പില, ഒരു തണ്ട്. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കണക്കാക്കി കായപ്പൊടി ഇട്ട് കൊടുക്കാം. ടേസ്റ്റിന് ഒരു മണം കിട്ടും. നല്ല ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറി എടുത്ത് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ചട്ടിയിലോട്ട് അരക്കീര പരിപ്പിട്ട് കടഞ്ഞ കറി റെഡിയായിട്ടുണ്ട്. നമ്മളെ കീരക്കറി പരിപ്പും കീരയും കൂടെ ചെയ്ത കറിയെ വെച്ച് നമുക്ക് ചോറിൻ്റെ കൂടെ ഒന്ന് നമുക്ക് വിളമ്പാം. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ കീരക്കറി വീത്തി കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് മക്കളെ. ഇതിൻ്റെ കൂടെ പപ്പടവും കൂടെ വെച്ച് കഴിക്കാം. ഉരുളക്കിഴങ്ങ് ഫ്രൈ ഒക്കെ വെച്ച് കഴിക്കാനും കൊള്ളാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതേപോലെ കഴിക്കാം. അപ്പം ഇതേപോലെ നിങ്ങളെ വീട്ടിലുമൊക്കെ ചെയ്ത് നോക്കി മക്കളെ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു കീരക്കറിയാണ്. അപ്പം കളേഴ്സ് കിച്ചണിൽ നിങ്ങൾ സപ്പോർട്ടും സബ്സ്ക്രൈബറൊക്കെ ചെയ്ത് ഈ കൊച്ചു ചാനൽ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകണം മക്കളെ. ഇനി ഒരു വീഡിയോ ആയിട്ട് വരും. ബൈ മക്കളെ.